സോ നിങ്ങൾ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡന കേസും പിടിച്ചുകൊണ്ടിരുന്നു. കേന്ദ്രത്തിൽ നിന്നും എല്ലാവർക്കും ഒരു 8ന്റെ പണി ഒരു ആപ്പ് മുഖേന്ദ്ര കിട്ടിയിട്ടുണ്ട്. സോ സഞ്ചാർ സാഥി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇനി മുതൽ ഇൻബിൽഡ് ആപ്ലിക്കേഷൻ ആയിരിക്കണം. അതായത് ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഇൻബിൽഡ് ആപ്ലിക്കേഷൻ എല്ലാ ഇന്ത്യക്കാരിലും അല്ലെങ്കിൽ എല്ലാ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന യൂസേഴ്സിൻ്റെ ഫോണിലും ഉണ്ടായിരിക്കണം എന്നുള്ളൊരു റൂള് ഫോൺ കമ്പനികൾക്ക് ഇന്ത്യൻ ഗവൺമെൻറ് ഒരു ഓർഡർ അയച്ചിട്ടുണ്ട്. സോ അതിപ്പോൾ ഒരു ഇഷ്യൂ ആയിട്ട് വന്നിട്ടുണ്ട്. സോ അതിനകത്ത് ഇപ്പം എന്താണ് പലർക്കും സഞ്ചാർ സാഥി ആപ്പ് എന്ന് അറിയത്തില്ലായിരിക്കും. അറിയാത്തവർക്ക് ഞാൻ പറയാം, അതൊരു ബേസിക്കലി ഒരു ഗവൺമെൻറ് ടൂളാണ്. നമ്മളുടെ കളഞ്ഞു പോയ ഫോണുകൾ കണ്ടുപിടിക്കുക, ബ്ലോക്ക് ചെയ്യാനും ഫേക്ക് ആയിട്ടുള്ള സിം നമ്പർ ആണോ നമ്മുടെ ഫോണിൽ ഇട്ടിരിക്കുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും പിന്നെ ഈ IME നമ്പേഴ്സ്, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോൺ വാലിഡ് ആയിട്ടുള്ള ഒരു ഫോണാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയും പിന്നെ ഫ്രോഡായിട്ടുള്ള മെസ്സേജസോ ഫോൺ കോൾസോ വരുവാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാനും സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് സഞ്ചാർ സാഥി ആപ്ലിക്കേഷൻ. പക്ഷേ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഇൻബിൽട്ട് ആപ്പാക്കി മാറ്റണം എന്ന് പറയുന്നതിനകത്തുള്ള ഒരു ഔചിത്യബോധം നമുക്ക് മനസ്സിലാവുന്നില്ല. സോ ഇപ്പോൾ ഇതിനെ ഒപ്പോസ് ചെയ്യുന്നവരുമുണ്ട്, അതുപോലെ തന്നെ അനുകൂലിക്കുന്നവരുണ്ട്. സോ അനുകൂലിക്കുന്നവർ പറയുന്നത് ഇത് ഒരു നല്ലൊരു മൂവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ടെററിസ്റ്റ് ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഇല്ലീഗൽ ആക്ടിവിറ്റീസോ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഈ ഫോണിനകത്ത് ഡിറ്റക്റ്റ് ചെയ്യുകയും സോ അതിലൂടെ ഗവൺമെൻറ്റിനെ അലേർട്ട് ആക്കുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു സെക്യൂരിറ്റി ആപ്ലിക്കേഷൻ ഫോണിനകത്തുള്ളത് കൊണ്ട് തന്നെ ഒട്ടനേകം ക്രൈംസ് നമുക്ക് കൺട്രോൾഡ് ആക്കാനും പറ്റുമെന്നുള്ള രീതിയിൽ ഇതിനെ അനുകൂലിച്ച് പറയുന്നവർ പറയുന്നുണ്ട്. പ്രതികൂലിച്ച് പറയുന്നവർ പറയുന്നത് ഇത് ഒബീസ്ലി ഒരു പ്രൈവസി കൺസേൺ ആണ്. ഒരാളും ഒരു യൂസറിൻ്റെ പ്രൈവസിയിലോട്ട് ഇത്രയധികം കടന്നു കയറ്റാൻ പറ്റില്ല, കാരണം ഒരു ഗവൺമെൻറ് ആണെങ്കിൽ പോലും, കാരണം അവരെ ഒരു പ്രൈവസി കൺസേൺ ഉണ്ട്. സോ ഇപ്പോൾ നാളെ ഗവൺമെൻറ്റിന് ആരെ വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും ഫോൺ ചോർത്തുകയും ചെയ്യാം. സോ ഇപ്പോൾ ഇതൊരു എൻ്റെ സിസ്റ്റത്തെ തന്നെ ജനാധിപത്യത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ളൊരു ഇഷ്യൂ ആയിട്ടാണ് ഇത് വരുന്നതെന്നുള്ള രീതിയിലാണ് ഇതിനെ ഒപ്പോസ് ചെയ്യുന്നവർ പറയുന്നത്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇതുപോലുള്ള വീഡിയോസിനായി ഫോളോ ചെയ്യുക. താങ്ക്